യാ റസൂലല്ലാഹ്, അങ്ങകലെ ധന്യമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുള്ളവേ, അങ്ങകലെ ധന്യമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുള്ളവേ, കരയുന്ന കൽബാലെ ഒരു പാപി പാടുന്നു, കേൾക്കാമോ യാ റസൂലേ, കേൾക്കാമോ യാ റസൂലേ. ഉമ്മത്തിൽ ഒരുവൻ്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല, ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെ എന്നിൽ അർഹതയേതുമില്ല, അർഹതയേതുമില്ല. ഈ ഉമ്മത്തിലെ ഒരാൾ പ്രയാസപ്പെടുന്നത് മുത്തുനബി തങ്ങൾക്ക് വല്ലാത്ത വേദനയുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ വിളംബരം ചെയ്തില്ലേ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. ഒരു പ്രവാചകൻ നിങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നു. ആ പ്രവാചകന്റെ സവിശേഷതയിൽ ഒന്നാമതായി എണ്ണിയത് ഈ ഉമ്മത്തിലെ ഒരാൾ പ്രയാസപ്പെടുന്നത് ആ പ്രവാചകന് സഹിക്കാൻ കഴിയില്ല എന്നതാണ്. ഉമ്മത്തിൽ ഒരുവൻ്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല. നമ്മളിൽ ഒരാൾ നരകത്തിൽ കടക്കുന്നത് നമ്മളെക്കാൾ വേദനിപ്പിക്കുന്നത് മുത്തുനബി തങ്ങളെയാണ്. നമ്മളിൽ ഒരാൾ തെറ്റു ചെയ്യുമ്പോൾ നമ്മളെക്കാൾ പ്രയാസപ്പെടുന്നത് ഹബീബിൻ്റെ മാനസമാണ്. ഉമ്മത്തിൽ ഒരുവൻ്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല, ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെ എന്നിൽ അർഹതയേതുമില്ല, അർഹതയേതുമില്ല. എല്ലാവരും എന്നെ ഇനി വേണ്ടെന്നു പറഞ്ഞാലും അങ്ങനെ കൈവിടല്ല, എല്ലാരും എനിക്ക് അങ്ങല്ലാതെ തുണക്ക്. ഖുദ് ബിയദി റഹ്മത്തല്ലാഹ്, ഖുദ് ബിയദി റഹ്മത്തല്ലാഹ്. എല്ലാരും എന്നെ ഇനി വേണ്ടെന്നു പറഞ്ഞാലും അങ്ങനെ കൈവിടല്ല, എല്ലാരും എനിക്ക് അങ്ങല്ലാതെ തുണക്ക്. ഖുദ് ബിയദി റഹ്മത്തല്ലാഹ്, ഖുദ് ബിയദി റഹ്മത്തല്ലാഹ്. കഴിഞ്ഞുപോയ സമുദായങ്ങളെ അള്ളാഹു വല്ലാതെ സൃഷ്ടിച്ചിട്ടുണ്ട്. പല സമുദായങ്ങളെയും അള്ളാഹു മുച്ചൂടും നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഉമ്മത്തിന് അങ്ങനെ ഒരു ശിക്ഷയില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായം ഒന്നടങ്കം പ്രളയത്തിൽ മുങ്ങി മരിച്ച പോലെ ഈ ഉമ്മത്തിൽ ഒരു ശിക്ഷ ഇറങ്ങുകയില്ല. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹം നശിച്ചുപോയ പോലെ ഈ ഉമ്മത്ത് അങ്ങനെ നശിച്ചു പോകില്ല. സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം പൂർണ്ണമായും ഉച്ചാടനം ചെയ്യപ്പെട്ട പോലെ ഈ ഉമ്മത്തിനൊരു ശിക്ഷ വരില്ല. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനത ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട പോലെ ഈ ഉമ്മത്ത് തുടച്ചു നീക്കപ്പെടില്ല. എൻ്റെ കാരണം എന്താ? ഇത് മുത്തുനബി തങ്ങളുടെ സമുദായമാണ് എന്ന ഒറ്റ കാരണമാണ്. പല സമുദായങ്ങളും അവരുടെ പ്രവാചകന്മാരോട് ചോദിച്ചിട്ടുണ്ട്, അല്ല നീ കുറെ കാലമായല്ലോ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറഞ്ഞിട്ട് ഞങ്ങളെ പീഡിപ്പിക്കുന്നു, എന്താണ് ആ ശിക്ഷ വരാത്തത്? അല്ലയോ നൂഹേ, അല്ലയോ സ്വാലിഹേ, അല്ലയോ ഹൂദേ അലൈഹിമുസ്സലാത്തു വസ്സലാം, താങ്കൾ ഒരുപാട് കാലമായല്ലോ
അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കുന്നു. എന്താണ് ആ ശിക്ഷ വരാത്തത്? ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ചോദ്യം ചോദിച്ച ഒരു ജനതയെയും അള്ളാഹു ഭൂമിക്ക് മുകളിൽ പിന്നെ ബാക്കി വെച്ചിട്ടില്ല. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ സമുദായം ഈ ചോദ്യം ചോദിച്ചു. അല്ല മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താണ് ആ ശിക്ഷ വരാത്തത്? പക്ഷെ അതിന് അള്ളാഹ് മറുപടി കൊടുത്തത് നമ്മൾ നോക്കണം. അള്ളാഹു കൊടുത്ത മറുപടി എന്താണ്? വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയേ, അങ്ങൊരു ജനതയിലുണ്ടെങ്കിൽ, അങ്ങൊരു സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തു മാത്രം ബന്ധപ്പെട്ട ഒരായത്താണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അത് കാലാകാലം നിലനിൽക്കേണ്ട കാര്യം എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയാലും അവിടെ നിന്ന് നമ്മിൽ നിന്ന് മരിക്കുന്നില്ല. ആ ഓർമ്മകൾ നമ്മിലൂടെ ജീവിക്കുകയാണ്. നമ്മുടെ സ്വലാത്തിലൂടെ മുത്തുനബി തങ്ങൾ നമ്മിൽ ജീവിക്കുകയാണ്. നമ്മുടെ മദ്ഹുകളിലൂടെ ഹബീബായ തങ്ങൾ ജീവിക്കുകയാണ്. നമ്മുടെ മൗലിദിൻ്റെ സദസ്സുകളിലൂടെ മുത്തുനബി തങ്ങൾ ജീവിക്കുകയാണ്. ഓരോ നല്ല പരിപാടികൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോഴും ഇലാ ഹദറത്തി റസൂലില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ ഓതുന്ന ഫാത്തിഹയിലൂടെ മുത്തുനബി തങ്ങൾ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ